ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് 2009 ഡീസൽ സ്വിഫ്റ്റാണ് കേട്ടോ. ഈ വാഹനത്തിന് കംപ്ലൈൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, വാഹനം ഏകദേശം ഒരു 100 കിലോമീറ്റർ ഓടുമ്പോൾ വണ്ടി ഓഫ് ആവുക. അതായത് 100 കിലോമീറ്റർ ഓടുന്ന സമയത്ത് ഒരു 2-3 പ്രാവശ്യമായിട്ട് ബൈക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓഫ് ആവും. പിന്നെ അപ്പോൾ തന്നെ വണ്ടി നമ്മൾ ഓരത്ത് നിർത്തി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും സ്റ്റാർട്ടാവും, ബൈക്കിൽ ഓടും. ഇതേപോലെയാണ് കേട്ടോ കംപ്ലൈൻറ്റ്. അപ്പോൾ അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊന്ന് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഷെയറും കൂടി ഒന്ന് ചെയ്യണേ. ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടും. 1,28,000 കിലോമീറ്ററാണ് കേട്ടോ ഈ വാഹനം ഓടിയിരിക്കുന്നത്. വളരെ കമ്മിയാണ്. ഏകദേശം ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഓട്ടം വളരെ കമ്മിയാണ്. ഇപ്പോൾ വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുന്ന സമയത്ത് വണ്ടിക്കൊരു സ്മൂത്ത് കുറവും അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ സ്കാൻ ചെയ്തപ്പോൾ ഈ ഒരു കോഡാണ് കിട്ടിയത്. P2264, P0400, P0603. ഈ ഒരു 3 കോഡ് കിട്ടിയിരിക്കുന്നത് ഹിസ്റ്ററിയിലാണ്. കറണ്ടിലൊരു കോഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. P0602 എന്ന് പറയുന്നത് ഒരു കറണ്ടിലൊരു കോഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിന് അനുസരിച്ച് ചെക്ക് ചെയ്യണ സമയത്ത് 2 കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാലാണ് ഈ ഒരു കോഡ് വരിക, കറണ്ടിലുള്ള കോഡ് വരിക. ECM കംപ്ലൈൻ്റ് ആയാലും ECM നിന്ന് 4 ഇഞ്ചക്ടറിലേക്ക് പോകുന്ന കമ്മ്യൂണിക്കേഷൻ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാലും ഇങ്ങനെ കംപ്ലൈൻറ്റ് വരാം. അപ്പോൾ അതിലേക്ക് പോകുന്ന സർക്യൂട്ട്, അതിലേക്ക് വരുന്ന വോൾട്ടേജ് എല്ലാം ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്തപ്പോൾ അതെല്ലാം കറക്റ്റാണ്. അപ്പോൾ നമ്മളിൽ കാലിബ്രേഷൻ കോഡ് നമ്മൾ നോക്കുമ്പോൾ, അതായത് ECMലെ ഒരു കാലിബ്രേഷൻ കോഡാണ്, ബൈക്കിലൊരു കാലിബ്രേഷൻ കോഡാണ് കേട്ടോ അതിലേക്ക് കിടക്കുന്നത്. അതുകൊണ്ടാണ് കമ്മ്യൂണിക്കേഷൻ എറർ ആയതുകൊണ്ടാണ് ഈ ബൈക്കിൾ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവാൻ കാരണം. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ ECMലൊരു കോഡാണ്, അതൊന്ന് ബൈക്കിൾ നോക്കുമ്പോൾ വേറൊരു കോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ കോഡ് ശരിക്കും കാലിബ്രേഷൻ ചെയ്തു. ഇതാ ഈ കാണുന്നതാണ് കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കറക്റ്റായിട്ട് കാലിബ്രേഷൻ നമ്മുടെ ടൂള് വെച്ച് കാലിബ്രേഷൻ ചെയ്ത ശേഷം നമ്മൾ ഈ വാഹനം ഒന്ന് ഓടിച്ച് നോക്കാം, കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നുള്ളത് നമുക്കറിയാം. ഇതൊരു വേറൊരു വർക്ക്ഷോപ്പിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ കംപ്ലൈൻറ്റ് കറക്റ്റായിട്ട് കിട്ടാത്തത് കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ ഒരു കംപ്ലൈൻ്റാണ്. അപ്പോൾ എന്തായാലും നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വാഹനം ഒന്ന് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ഏകദേശം ഒരു 100 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു കേട്ടോ. ഒന്ന് കുറച്ച് സിറ്റിയിൽ കുറച്ച് ഓടിച്ചു, കുറച്ച് ഹൈവേയിലൊക്കെ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 100 കിലോമീറ്റർ നമ്മൾ ഓടിച്ചു. ആ സമയത്ത് കംപ്ലൈൻറ്റ് ഇപ്പോൾ വരുന്നില്ല കേട്ടോ. കസ്റ്റമർ പറഞ്ഞ ആ ഒരു കംപ്ലൈൻറ്റ് ഇപ്പോൾ വരുന്നില്ല. കസ്റ്റമർക്ക് ഈ വാഹനം ഡെലിവറി ചെയ്യാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.